സത്യം പറഞ്ഞ ഈ മരമുറി കേസ് വലിയ പ്രശ്നമായിരിക്കുക. ഞാനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പാർട്ടിയിൽ എനിക്കിത് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് എന്റെ പേര് പരമാവധി ഇതിലേക്ക് വലിച്ചെടുക്കരുത് പ്ലീസ്. വേണമെങ്കിൽ ഉപേന്ദ്രനെ ഇതിനു മുന്നിൽ നിർത്താമല്ലോ. അയാൾക്ക് നഷ്ടപ്പെടാൻ മന്ത്രിസ്ഥാനമൊന്നുമില്ലല്ലോ. ദാസേ, ഒരു വോട്ട് കൊണ്ടോ ഒരു ഇലക്ഷൻ കൊണ്ടോ തീരുന്നതല്ല കേരള രാഷ്ട്രീയം. എന്നെ ചതിച്ച അതിന്റെ ഭവിഷ്യത്തെ താൻ അനുഭവിക്കും. ഇതാ ഇപ്പൊ നന്നായത്. അപ്പോഴേക്കും സത്യാമ്മ ശവിച്ചും തുടങ്ങി. എന്തായാലും ഞാനത് വരവ് വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഫോണും വെക്കുന്നു. ഇവിടെ ഒരു അല്പം തിരക്കുണ്ട്. ദാസേ, പിന്നെ കാട് പതിച്ചു കൊടുത്തപ്പോ കാടിളക്കി വെടിവെക്കാൻ വരിക എങ്ങനെയാ ഇതുങ്ങൾക്കൊക്കെ ഒരു ഉപകാരം ചെയ്യുക? പാവം, ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. അയാളും കൈയൊഴിഞ്ഞു അല്ലേ? ഒഴിയും. സ്വന്തം തള്ള മരിച്ചു കിടന്നപ്പോ റീത്ത് വയ്ക്കാൻ വന്നവനോട് വോട്ട് ചോദിച്ചവനെ എന്ത് ഹൃദയബന്ധം ഇരിക്കുന്നു ഭാമേ. നീയേ അവരെയൊക്കെ വിശ്വസിച്ചേ എന്റെ ചങ്ക തകർത്തു വച്ചിരിക്കുന്നതേ. ഇനി എന്താ വഴി? വിളിക്ക്, അടുത്ത ആളെ വിളിക്ക്. എവിടെ നിനക്ക് കോടികളുടെ സ്വത്തെ അക്കൗണ്ടിലേക്ക് ഇട്ടാന്ന് പറഞ്ഞ ഉപേന്ദ്രൻ? വിളിക്ക്. അത് അങ്ങനെ എടുക്കുന്നില്ല. അതാ എടുക്കില്ല. ഇങ്ങനൊരു പ്രതിസന്ധി നിനക്ക് വരുമെന്നേ അവനറിയാമായിരിക്കും. കാരണം ബുദ്ധിയുള്ളവനെ ഒരു മുഴ മുമ്പേ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. രാഘവേട്ടൻ, എന്താ ഇനിയിപ്പോ ചെയ്യാ? ഒന്നും രണ്ടും അല്ല, 15 കോടിയെ ബാധ്യത വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഭാമേ. അപ്പോ നിനക്ക് നിന്നിലുള്ള അമിത വിശ്വാസം, അതിന്റെ മേലുള്ള അഹങ്കാരം, ഇതെല്ലാമാ നിന്നെ തകർത്തത്. ഒന്നിച്ച് താമസിച്ച സ്വപ്നങ്ങൾ നെയ്ത വീടിന്റെ അടിത്തറയളവിൽ നിൽക്കുമ്പോഴും നിനക്ക് നിന്റെ ധാർഷ്ട്യം മാറ്റാൻ പറ്റുന്നില്ലെന്നോർത്തേ ഞാൻ ലജ്ജിക്കാ ഭാമേ. ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്നെ വിവാഹം കഴിച്ചതോർത്ത് ഇന്നാദ്യമായിട്ട് ഞാൻ വേദനിക്കുക. നിന്നെ വെറുപ്പായി പോയി ഭാമ. എനിക്ക് രാഘവേട്ട പറഞ്ഞു പോവാ, ഞാൻ പറഞ്ഞു പോവാ. ഒരുപക്ഷെ ഇനി എനിക്കിവിടെ ഒന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് തോന്നല്. അതാ എന്റെ മൺമറഞ്ഞു പോയ കാരണവന്മാരൊക്കെ സാക്ഷി നിർത്തി ഞാനൊക്കെ ഇപ്പൊ പറയുന്നതേ. അല്ല, അവർ വിചാരിക്കരുതല്ലോ രാഘവന്റെ പിടിപ്പിക്കൊണ്ട എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന്. രാഘവേട്ട, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പോയി. ഇനി ഈ ചതിയിൽ നിന്ന് എങ്ങനെ കരകയറാന്ന് ചിന്തിക്കേണ്ടത്. രാഘവേട്ട, അതിന് രാഘവേട്ടന്റെ സപ്പോർട്ട് എനിക്കിപ്പോ വേണ്ടത്. രാഘവേട്ട, തകർന്നു നിൽക്കുന്ന എനിക്കൊരാശ്വാസം. ഭാമേ, ഞാൻ തന്നെ നിൽക്കുന്നതാ ഈ ഒരു വടിയുടെ ബലത്തിലാ. ഞാനിനി നിനക്ക് എന്ത് സപ്പോർട്ടാ തരിക? ഇവിടെ ഇപ്പൊ സംഭവിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കു തന്നെ. ഇവിടെ ഇനി എന്തൊക്കെ വരാൻ പോകുന്നുവോ അതിന്റെ എല്ലാ കാരണങ്ങൾക്കും നീ ഒരൊറ്റ ഒരാൾ തന്നെ കാരണക്കാരി. പിന്നെ
കൂട്ടിച്ചേർത്തെടുക്കാനുള്ളതേ ഒന്നും രണ്ടൊന്നും അല്ല, 15 കോടിയാ. 15 കോടി. ആ, അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയാ ഇപ്പോ. ആ തുകയ്ക്ക് മുമ്പില് പകച്ചു നിൽക്കുക പകുതി വയ്യാത്ത ഈ ഞാനും, ജീവിച്ചിരിക്കുന്ന ജഡമായി നീയും. ഇനി എന്താന്ന് വെച്ചാ നീ തീരുമാനിക്കൂ. നീ തീരുമാനിക്കൂ. ഒരപേക്ഷയുണ്ട്. ജപ്തി ചെയ്യുമ്പോഴേ ഒരാറടി മണ്ണ് ബാക്കി വെക്കാൻ പറ്റുമെന്ന് അവരോടൊന്ന് ചോദിച്ചേക്കണം. ഞാനിവിടെ തന്നെ ഉണ്ട്. എന്താ കാര്യം? എന്താ? എടാ, ഇവിടെ ഇപ്പോ റവന്യൂ ഉദ്യോഗസ്ഥർ വന്നിരുന്നടാ. അവരൊരു നോട്ടീസും തന്നിട്ടുണ്ട്. എടാ, ഉപേന്ദ്രൻ ചതിച്ചടാ. നമ്മുടെ വീടും പറമ്പൊക്കെ ജപ്തി ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇത് എന്തൊക്കെ പറയുന്ന? ജപ്തിയോ? അതേടാ, എല്ലാവരും കൊണ്ടുപോകും. ആ മരം മുറിച്ചതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാ പറയുന്നത്. കാര്യങ്ങളുടെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രോഹിത്തിനെ വിളിച്ചിട്ട് അവനാണെങ്കിൽ കിട്ടുന്നില്ല. അല്ലമ്മ, ഇത് ആ മന്ത്രിക്ക് ഇടപെട്ട കേസല്ലേ? നമുക്ക് ആ മന്ത്രിയോട് സംസാരിച്ചാലോ? എടാ, അതൊക്കെ ഞാൻ സംസാരിച്ചു. അയാൾ ഇപ്പൊ പറയുന്നത് അയാളുടെ പേര് ഇതിലേക്ക് വലിച്ചഴക്കരുതെന്ന. ആരെയും ഞാനിപ്പം വിശ്വസിക്കേണ്ടത്?